ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. എന്നാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കഴിഞ്ഞ വീഡിയോ നോർമൽ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നു. ഞാൻ ഒറ്റയ്ക്കാണിത് മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കൊടുത്തു തീർക്കാൻ കുറച്ച് പ്രയാസമായി കേട്ടോ. പിന്നെ വേറൊന്നുമല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് സുഖമില്ലാണ്ടായി. അപ്പോൾ പേയ്മെൻറ്റൊക്കെ ചെയ്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു, അതൊക്കെ പെൻഡിങ് ആയി. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മതി അടുത്തൊരു വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡിലേ വന്നത്. പിന്നെ അതിനകത്ത് എനിക്ക് പാക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്. പക്ഷേ എല്ലാ കസ്റ്റമേഴ്സും നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ. നല്ല അഡ്വൈസുകളൊക്കെ തന്നു. പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നല്ല രീതിയിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ഇന്നത്തേത് നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിലും ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്കിലുള്ള പ്ലാന്റ്സ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ മഴക്കാലത്ത് അഡീനിയം പ്ലാന്റ്സിൽ ഒരുപാട് പേർക്ക് ടെൻഷനാണ്, പ്ലാന്റ് ചീഞ്ഞു പോവോ, വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്ലാന്റ്സിനെ നല്ല രീതിയിൽ നമുക്ക് സേഫാക്കി എടുക്കാം കേട്ടോ. അതായത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡീനിയം പ്ലാന്റ്സ് മഴ കൊള്ളാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. മഴ ഓവറായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെയായാൽ പ്ലാന്റ്സിന് ഒരു പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഈ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, പ്ലാന്റ്സ് നശിച്ചു പോകുമെന്നാണ്. മഴക്കാലമായാൽ അഡീനിയം പ്ലാന്റ്സിന് അത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയാലും അത് പിന്നെയും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്തേക്ക് അതിന് പുതിയ നല്ല തളിരൊക്കെ വന്നിട്ട് പ്ലാന്റ് സെറ്റായിക്കോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ. ഈ ഒരു സമയത്താണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്ലാന്റ് അത്ര ഒരു കരുത്തോടെ വളരാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു കിട്ടും കേട്ടോ. ഇനി കോഡക്സ് കേട് വന്ന അഡീനിയം പ്ലാന്റ്സ് ആണെങ്കിൽ കോഡക്സിൻ്റെ ഡാമേജ് മാറ്റാൻ വേണ്ടിയിട്ട് പ്ലാന്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൊത്തമായിട്ട് പോട്ടൊന്ന് പറിച്ചെടുക്കുക. അതിന് ശേഷം ഏത് ഭാഗത്താണോ കേട് വെച്ചാൽ ആ ഭാഗം നന്നായിട്ട് നല്ല സാനിറ്റൈസ് ചെയ്ത കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ചിട്ട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക. കേടായ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. അതിന് ശേഷം കുറച്ച് കട്ടിയിൽ സാഫ് പുരട്ടിയിട്ട് വെക്കുക. 2 ആഴ്ചത്തോളം ആ ചെടീനെ തണലത്ത് മാത്രം വെക്കുക, മണ്ണിലേക്ക് നടണ്ട, തണലത്ത് വെക്കുക. വെയിലും മഴയൊന്നും കൊള്ളരുത്. എന്നിട്ട് കോഡക്സ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം മണ്ണിലേക്ക് നടുക. പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ നനച്ചാൽ മതി. അതായത് മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു കിട്ടും കേട്ടോ. നിങ്ങളിപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കത്തി ആയാലും ബ്ലേഡ് ആയാലും അതിൽ തുരുമ്പില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ കത്തിയും ബ്ലേഡും ഏതാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സാനിറ്റൈസർ വെച്ചിട്ട് തുടയ്ക്കാൻ മറന്നു പോകരുത്. പിന്നെ കത്തിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീയിലൊക്കെ വെച്ച് ചൂടാക്കി ഉപയോഗിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി ഒരിക്കലും ഡയറക്റ്റ് വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. ഒരു 2 ആഴ്ചത്തോളം ഡയറക്റ്റ് വെയിലടിക്കാത്ത ഷെയ്ഡുകളിൽ വെച്ചിട്ട് കീപ്പ് ചെയ്യുക. അതിൻ്റെ ശേഷം മാത്രം വെയിലത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. പിന്നെ മണ്ണ് ഡ്രൈ ആയാൽ മാത്രം ഈ ഒരു ടൈമിൽ നനച്ചാൽ മതിയേ. അഡീനിയം പ്ലാന്റ്സിന് അധികം വെള്ളം വേണ്ട, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് അത്രയും കുറച്ച് മതിയാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്ലാന്റ്സ് അധികം നശിച്ചു പോകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നിങ്ങൾ ഓർഡറായിട്ട് ചെയ്യേണ്ടത്. ഏകദേശം പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരിക. ചില വെറൈറ്റീസ് സൈസ് ചെറുതും ഉണ്ടാവേ, ഓരോ വെറൈറ്റിയിലും വ്യത്യാസം കാണും സൈസിൽ. അപ്പോൾ ഇനി കാണിക്കുന്ന പ്ലാന്റ്സുകൾ മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യാവൂ. വീഡിയോയിൽ കാണിക്കുന്ന ചില പ്ലാന്റ്സുകൾ ചിലർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാറുണ്ട്, പക്ഷേ അത് സെയിലിനുള്ളതല്ല. മദർ പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പ്ലാന്റ്സും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണ് ഇനി സ്റ്റോക്കിലുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരൂ കേട്ടോ. 1 വർഷം മുതൽ 3 വർഷം വരെ പ്രായമായ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന നമ്പർ അയക്കുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞുതരൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതിൽ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും സംശയം അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ.